അപ്പം നമുക്കൊരവസരം വേണം, ഞങ്ങൾ ഇതൊക്കെ ചെയ്യാൻ റെഡിയാണ്. എനിക്ക് പേഴ്സണലി അറിയാവുന്നവരുണ്ടെന്ന് ചെയ്യാൻ റെഡിയാണെന്നും പറഞ്ഞ അമ്മമാര് തന്നെ കൊണ്ടുപോയി എന്റെ മൂക്ക് ഓക്കെയാണ്, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് ഓക്കെയാണ്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പം എങ്ങനെ നമുക്കൊരു പുരുഷ സമൂഹത്തെ മാത്രം കുറ്റം പറയാൻ പറ്റും? അപ്പം ദാറ്റ് ഇസ് എ മ്യൂച്വൽ തിങ്. അവർക്ക് ഓക്കെയാണ്, ഇവർക്കും ഓക്കെയാണ്, പിന്നെ നടുക്ക് കിടക്കുന്ന നമുക്ക് എന്ത് കുഴപ്പം? ഈ ഒരു വീഡിയോ ഇപ്പോൾ പൊങ്ങി വരുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഇഷ്യൂവിന്റെ പേരിലാണ് ഇതൊക്കെ പൊങ്ങി വരുന്നത്. ശരിക്കും എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്? എന്താണ് ഇങ്ങനൊരു പേര് വരാനുള്ള കാര്യം? കുറേ പേർക്ക് ഈ ഒരു ഇഷ്യൂവിനെ കുറിച്ച് അധികം അറിയില്ല. ടി വിയിൽ ഇങ്ങനെ ന്യൂസ് കാണിക്കുന്നുണ്ട്, കുറേ ഗ്രൂപ്പിലും വരുന്നുണ്ട്. അതൊക്കെയാണ് കുറച്ച് പേർക്ക് അറിയാവുന്ന കാര്യങ്ങൾ. ഇന്ന് നമ്മൾ എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നൊക്കെയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ പോയേക്കാം. ശരിക്കും എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്? 2017 ഒരു പ്രമുഖ നടിയെ ആക്രമിക്കപ്പെട്ട ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ. അതിനെ തുടർന്നൊരു പ്രമുഖ നടനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നല്ലോ. WCC ഒക്കെ രംഗത്ത് വന്നത് അന്നാണ്. ശരിക്കും കുറേ പ്രശ്നങ്ങൾ അവർ തന്നെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇവർക്ക് അനുകൂലമായിട്ടും അല്ലാതെയും കുറേ പേരുണ്ടായിരുന്നു. സർക്കാരിന് പോലും വലിയ പ്രഷർ വന്നു. അങ്ങനെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തന്നെ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയാണ്. അതിൻ്റെ പേരാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഇതിൻ്റെ പേരിങ്ങനെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ റിട്ടയർഡ് ജസ്റ്റിസായ കെ ഹേമയാണ് ഇതിൻ്റെ അധ്യക്ഷയായിട്ട് നിയമിച്ചിരിക്കുന്നത്. ഇവരെ കൂടാതെ ഓൾഡ് ആക്ട്രസ് ആയ ശാരദ, മുൻ ബ്യൂറോക്രാറ്റ് ആയിട്ടുള്ള KB വത്സലകുമാരിയാണ് ഇതിലുണ്ടായിരുന്നത്. അങ്ങനെ ഇവർ 3 പേരും കൂടി ഇത് അന്വേഷിക്കാൻ തുടങ്ങി. അന്വേഷണമൊക്കെ പൂർത്തിയാക്കി 2019 തന്നെ ഇവർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് തന്നെ. പക്ഷേ കേരള സർക്കാർ അത് പുറത്തുവിട്ടിട്ടില്ല. ഇപ്പോൾ വിവരാവകാശ കമ്മിറ്റി ഇടപെട്ടുകൊണ്ടാണ് ഇത് പുറത്തുവിടുന്നത്. ഒന്ന് ഓർക്കണം, 2019 കൊടുത്തതാണ് 2024 പുറത്തുവിടുന്നത്. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്. 300 പേജുള്ള റിപ്പോർട്ടാണ് ശരിക്കും ഉള്ളത്. പക്ഷേ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് 233 പേജ് മാത്രമേ ഉള്ളൂ. ഒഴിവാക്കിയ കാരണമായിട്ട് പറയുന്നത് പേഴ്സണൽ ഇൻഫർമേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ഇപ്പോൾ ഉള്ള റിപ്പോർട്ട്സിലും കുറച്ചൊക്കെ മിസ്സിംഗ് ആണ്, പാരഗ്രാഫൊക്കെ മിസ്സിംഗ് ആണ്. ശരിക്കും ഇതിൻ്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നടക്കുന്ന സെക്സ് ട്രാക്റ്റിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു നടി സിനിമയിലേക്ക് അഭിനയിക്കാൻ ചെല്ലുമ്പോൾ അവരെ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയും കോംപ്രമൈസിന് വേണ്ടിയും വിളിക്കുകയാണ്. ഇതെല്ലാവരും ചെയ്യുന്നു എന്നല്ല അതിൽ പറയുന്നത്. ഒരു കൂട്ടം ആളുകൾ എല്ലാവരും ഇങ്ങനെ അല്ല ചെയ്യുന്നതെന്ന് എടുത്ത് പറയുന്നുണ്ട്. ഇതിൽ ആരുടെ പേര് പറയുന്നില്ല കേട്ടോ. ഇത് ആരൊക്കെയാണ് എന്ന് പേര് പറയുന്നില്ല. പേര് പറയാൻ പറ്റുന്നില്ല എങ്കിൽ എന്തിനാണ് ഇങ്ങനൊരു അന്വേഷണം എന്ന് എനിക്ക് തോന്നിയിരുന്നു. ഈ ഒരു സെക്സ് ആക്ടിന്റെ കാര്യം മാത്രമല്ല, ഡ്രഗ്സിനെ കുറിച്ചും ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു റിപ്പോർട്ടിൽ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്. ഏകദേശം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്താണെന്ന് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഒരു ധാരണ കിട്ടി കാണുമല്ലോ എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.